ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ഷാനി. വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സീരീസിൽ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. കട്ട്ലറ്റ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് ആണല്ലേ. ക്രിസ്മസ് ദിവസത്തിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും ചില സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെയും കഴിക്കാൻ ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണയായിട്ട് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്നത് ബീഫ് കട്ട്ലറ്റാണ് സാധാരണ. ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് തയ്യാറാക്കി നോക്കി നല്ല ഫീഡ്ബാക്ക്സ് തന്ന ഒരു റെസിപ്പിയാണ് ബീഫ് കട്ട്ലറ്റ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ചെയ്ത റെസിപ്പി ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കട്ട്ലറ്റാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും, എന്നാൽ ബീഫ് കട്ട്ലറ്റ് പോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു ചിക്കൻ കട്ട്ലറ്റും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. ചിക്കൻ കട്ട്ലറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയ ചിക്കനും ഇതിലേക്ക് യൂസ് ചെയ്യാം. നമ്മൾ മിൻസ് ചെയ്യുന്ന സമയത്ത് എല്ലിൽ നിന്നും ആ മീറ്റ് വേർപെടുത്തി എടുത്താൽ മതിയാകും. നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുക്ക് ചെയ്യണം. അതിനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുതൽ 1.5 ടീസ്പൂൺ വരെ നമുക്ക് കുരുമുളക് ഫ്രഷായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇതിലേക്കൊക്കെ കുരുമുളക് എടുക്കുന്ന സമയത്ത് ഫ്രഷായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. ഇത്രയും ചേർത്ത് നന്നായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് തിരുമിയെടുക്കാം. നമ്മുടെ ചിക്കൻ ഞാനിവിടെ തിരുമിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ അത് കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 സ്പൂൺ വെള്ളം ചേർക്കാം. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും. അതുപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ബോൺലെസ് പീസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ദാ നോക്കിക്കേ, നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ വെള്ളം ഇറങ്ങി വരുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കുക്ക് ചെയ്യുക. ചിക്കൻ കുക്കായതിന് ശേഷം അതിനകത്ത് ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി കളയേണ്ട സ്റ്റോക്ക്. നമുക്കത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ദാ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അതിനുണ്ടായിരുന്ന വെള്ളമൊക്കെ ഞാൻ ഫുള്ള് വറ്റിച്ചെടുത്തു. ചിക്കൻ ഇതുപോലെ നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചൊന്ന് മുറിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഈ ചിക്കൻ്റെ ചൂടാറുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് മിൻസ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള വളരെ നൈസായിട്ട്, ഞാനിവിടെ ചോപ്പറിലാണ് കൊത്തി അരിഞ്ഞത്, നമുക്ക് ഇട്ട് കൊടുക്കാം. തീരെ ചെറിയ സവാളയാണെങ്കിൽ 3 എണ്ണം വരെ നിങ്ങൾക്ക് എടുക്കാം. ഈ സവാളയിലേക്ക് ഒരല്പം ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ സവാളയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഞാനിവിടെ എരിവിന് ആവശ്യമായിട്ട് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചി, വലിയ അല്ലി ആയതുകൊണ്ട് തന്നെ 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട. ജസ്റ്റ് നമ്മൾ ബിരിയാണിക്കൊക്കെ ചതച്ചെടുക്കുന്നത് പോലെ ഈ പരുവത്തിന് നമുക്കൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് നമുക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണ് എങ്കിൽ ഇതിൽ ചേർക്കുന്ന പച്ചമുളകിൻ്റെ അളവിന് വ്യത്യാസം വരുത്താം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ട്ലറ്റിൽ കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ അരിഞ്ഞ് തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം നോക്കുക. അതുപോലെ തന്നെ ഒരല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ഞാൻ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്.
ഇതിലേക്ക് മല്ലിയില ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അതാ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഞാനിവിടെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓൾറെഡി ഇവിടെ 3 മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞതിന് ശേഷം കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചു. അതിനുശേഷം അത് വെള്ളമെല്ലാം ഊറ്റി നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം നന്നായിട്ട് മാഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് ഇത് മാഷ് ചെയ്താണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ചേർക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ എണ്ണം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഓരോന്ന് ചേർക്കാം. വളരെ കുറച്ച് മസാലകൾ മാത്രം മതി. പച്ചമുളകിൻ്റെ എരിവാണ് ഇതിനകത്ത് ടേസ്റ്റ് കൂടുതൽ. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂണിൽ താഴെ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച സമയത്ത് കുരുമുളക് ചേർത്തിട്ടുണ്ട്, കൂടെ പച്ചമുളകും ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഇത് ഹോം മെയ്ഡ് ഗരം മസാലയാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഹോം മെയ്ഡ് ഗരം മസാല ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട്. ഞാനൊരു 1/4 ടീസ്പൂൺ മാത്രമാണ് ചേർക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കട്ട്ലറ്റൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാറില്ല. കാരണം ആ പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ ഫ്ലേവറാണ് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ സമയം ഇത് ചൂടാക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ മിക്സ് ഒത്തിരി ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റും കുറച്ച് ഹാർഡായിട്ട് വരും. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ മിക്സിയിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാനിവിടെ ഓൾറെഡി ചിക്കൻ ഇതുപോലെ മിക്സിയിൽ ഒന്ന് മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മിൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് ഇതുപോലെ മിൻസ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ഒരു നാര് പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് അധികം നാര് പോലെ ഇങ്ങനെ കടിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാനിത് മിൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒത്തിരി അരച്ച് പോകരുത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചോ ഇത് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ഇപ്പോൾ ദാ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സിലേക്ക് ഞാൻ ചിക്കൻ ഷ്രെഡ് ചെയ്തതും എല്ലാം ചേർത്ത് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മിക്സ് തയ്യാറാക്കിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ വെക്കരുത്. ചൂടുള്ള പാത്രമായതുകൊണ്ട് തന്നെ നമ്മുടെ മിക്സ് ഒരുപാട് ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി നല്ല പോലെ ഇത് കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്തു. മിക്സ് ചെയ്തതിന് ശേഷം എപ്പോഴും നമ്മൾ കട്ട്ലറ്റ് തയ്യാറാക്കുന്നതിന് മുൻപേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എരിവ് എന്തെങ്കിലും വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിൽ നമുക്ക് ഷേപ്പാക്കി ഒരു പ്ലേറ്റിലേക്ക് തയ്യാറാക്കി വെക്കാം. നമ്മൾ കട്ട്ലറ്റ് പല ഷേപ്പുകളിൽ തയ്യാറാക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ തയ്യാറാക്കി എടുക്കാം. ഇനി ഓവലോ വേറെ എന്തെങ്കിലും ഷേപ്പുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ബേക്കറി സ്റ്റൈൽ തയ്യാറാക്കുന്നതിന് നമുക്കിന്ന് ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ ഷേപ്പിലുള്ള മോൾഡുകൾ അവൈലബിൾ ആണ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ തെങ്ങിൻ്റെ ഓലയാണ്. അപ്പോൾ ഓല ഈ ഒരു തിക്നെസ്സിനാണ് വീതിയിൽ എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയൊരു ഈർക്കിളി വെച്ചിട്ട് ഇവിടെ കുത്തി. നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പ് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനുശേഷം നമുക്ക് ചെറിയ ഒരു ഉരുള കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. ആദ്യമായിട്ട് കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിനൊക്കെ കിട്ടുമോ എന്ന് ടെൻഷനുള്ളവർക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ കാണിക്കുന്നത്. നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇതൊന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല. കൈ ഉപയോഗിച്ച് തന്നെ നല്ല ഷേപ്പിൽ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. നല്ല പോലെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല ടൈറ്റായിട്ട് ഇത് പൊട്ടിപ്പോകാതിരിക്കുകയുള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ എടുത്താൽ മാത്രം മതി. നല്ല ഷേപ്പിൽ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ ദാ നമ്മുടെ ആദ്യത്തെ കട്ട്ലറ്റ് ഞാനിവിടെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ കട്ട്ലറ്റ് എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 16 കട്ട്ലറ്റാണ്. ഇനി കട്ട്ലറ്റ് നമുക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 മുട്ടയുടെ വെള്ള ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇന്ന് ബ്രെഡ് ഇല്ലാത്തതുകൊണ്ട് റസ്ക്കാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റസ്ക് പൊടിച്ചെടുക്കുന്ന സമയത്ത് മധുരമില്ലാത്ത റസ്ക് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ റസ്ക് ഇല്ല എങ്കിൽ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ബ്രെഡ് ക്രംസ് നമുക്ക് പാക്കറ്റിൽ അവൈലബിൾ ആണ്. ഇല്ല എങ്കിൽ ഒരു 5-8 പീസ് ബ്രെഡ്, മധുരമില്ലാത്ത ബ്രെഡ് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രെഡ് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ ചെറിയ തെരുതെരിപ്പായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോൾ അതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ആദ്യമേ നമുക്ക് മുട്ടവെള്ളയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഡബിൾ കോട്ടിംഗ് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും സിംഗിൾ കോട്ടിങ്ങിലാണ് ചെയ്യാറ്. ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയിൽ ഞാൻ ഡബിൾ കോട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാം. സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എത്രത്തോളം ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് വരുന്നോ അത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ കട്ട്ലറ്റ് ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബട്ടർ പേപ്പറിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ള മുഴുവൻ കട്ട്ലറ്റും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് മുൻപ് ആവശ്യത്തിന് കട്ട്ലറ്റ് ഇതുപോലെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ഓയിൽ ചൂടാക്കി ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാനിതുപോലെ ക്രം കോട്ടിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 എണ്ണം മാത്രമാണ് ഇതുപോലെ എടുത്തിട്ടുള്ളൂ. ബാക്കി നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് നമ്മളിപ്പോൾ തന്നെ ഫ്രൈ ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ബോക്സിലേക്ക് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെക്കുക. അതിന് മുകളിൽ ഒരു ലെയറായിട്ട് അടുക്കി വെക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും വെക്കണമെങ്കിൽ ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ കൂടി വെച്ച് 2-3 ലെയറായിട്ടൊരു ബോക്സിലിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. എപ്പോഴാണോ നമുക്ക് ഫ്രൈ ചെയ്യേണ്ടത് അതിന് കുറച്ച് സമയം മുന്നേ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്ത് വെക്കുക. തണുപ്പ് മാറിയതിന് ശേഷം ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ക്രിസ്മസിന് മാത്രമല്ല, നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജോലി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് കട്ട്ലറ്റ് മുങ്ങാൻ പാകത്തിന് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ദാ നമ്മുടെ പാനിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കട്ട്ലറ്റ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയത്തിലേക്ക് നമ്മൾ കുറച്ച് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിലേക്ക് നമ്മൾ കട്ട്ലറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോകും. നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 2 സൈഡ് നമുക്ക് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ മൊരിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇതാ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് ഞാൻ എടുക്കുകയാണ്. നമ്മൾ കോരുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫ്ലെയിം നല്ല ഹൈയിലേക്ക് ഇടുക. എങ്കിൽ മാത്രമാണ് കട്ട്ലറ്റ് ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടുകയുള്ളൂ. നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അടുത്ത ട്രിപ്പ് കട്ട്ലറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ക്രിസ്പിയാണ്. ഒട്ടും തന്നെ പൊട്ടിപ്പോവുകയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.